വെൽക്കം ടു എഡ്യൂപോർട്ട്. അപ്പൊ നമ്മുടെ ക്ലാസ് 9 മക്കൾ എല്ലാവരും എക്സാമിന് ഇങ്ങനെ റെഡി ആയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ. അപ്പൊ നിങ്ങൾ കുറെ ആളുകൾ വിചാരിക്കുന്നുണ്ടാവും, പക്ഷേ ക്ലാസ്സിൽ എക്സാമിന് എന്തൊക്കെ ആയിരിക്കും വരിക അല്ലെ, നമ്മുടെ ആനുവൽ എക്സാമിന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക, എങ്ങനെയാണ് ഇത് എഴുതുക എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് വേണ്ടി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ ബഹുത് ദിനോ കെ ബാദ് എന്ന് പറയുന്ന നാഗാർജുൻ എഴുതിയിട്ടുള്ള കവിതയിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ബഹുത് ദിനോ കെ ബാദ് എന്ന് പറയുന്ന കവിതയുടെ ആശയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ആശയം ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ നോക്കാം, വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, വളരെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോളൂ. പ്രസ്തുത കവിത बहुत दिनों के बाद कवि नागार्जुन जी के द्वारा लिखित है. നമ്മുടെ बहुत दिनों के बाद അല്ലെ, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന ഈ ഒരു കവിത എഴുതിയിട്ടുള്ളത് ഹിന്ദിയിലെ വളരെ പ്രസിദ്ധനായിട്ടുള്ള കവി ആയിട്ടുള്ള നാഗാർജുനാണ്. കവി നാഗാർജുൻ की यह कविता युगधारा नामक कविता संग्रह से ली गई है. യുഗധാര എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിൽ നിന്നാണ് നമ്മൾ ഈ ഒരു കവിത എടുത്തിട്ടുള്ളത്. കവി एक लंबे समय के बाद अपने चिर परिचित गांव में आता है और यहाँ अपूर्ण आनंद तथा परितोष का अनुभव करता है. അപ്പൊ അദ്ദേഹം, നമ്മുടെ നാഗാർജുൻ എന്താണ്, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ആളുടെ എവിടെ വന്നിരിക്കുകയാണ്, ഗ്രാമത്തിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ ഗ്രാമത്തിൽ വന്നിട്ട് ആൾക്ക് ഒരുപാട് സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ ഉണ്ടാവുന്നുണ്ട് അല്ലെ. ആ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളെ കുറിച്ചൊക്കെ നമ്മളോട് പറയാണ്. ഓക്കെ, എസ് ഉല്ലാസ് കോ കവിനെ ശബ്ദങ്ങളിലൂടെ, സ്പർശ ടച്ചിങ്ങിലൂടെ, രസ് അതിന് രസം എന്ന് പറഞ്ഞാൽ രസം അല്ലെ, ടേസ്റ്റിലൂടെ, രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, രൂപത്തിലൂടെ, ഗന്ധം എന്ന് പറഞ്ഞാൽ എന്താണ്, ഗന്ധം, സുഗന്ധം അല്ലെ, സ്മെല്ലിലൂടെയൊക്കെ നമ്മുടെ ഈ 5 ബിംബങ്ങളിലൂടെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. കവി പ്രസ്തുത കവിത മേ ബതാത്തെ ഹേ കി बहुत दिनों के बाद मुझे ग्रामीण प्रकृति का रमणीय एवं मोहक रूप देखकर आनंद का अनुभव हुआ. അപ്പൊ നമ്മുടെ കവി പറയാണ്, ഈ ഗ്രാമീണ പ്രകൃതിയിലെ ഗ്രാമീണമായിട്ടുള്ള ഈ സുന്ദരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട സമയത്ത്, ഈ രമണീയമായിട്ടുള്ള മോഹകമായിട്ടുള്ള അല്ലെ, മനമോഹകമായിട്ടുള്ള ഈ കാഴ്ചകളൊക്കെ കണ്ട സമയത്ത് എനിക്ക് ആനന്ദത്തിന്റെ അനുഭവം ഉണ്ടായി എന്നാണ് പറയുന്നത്. ഓക്കെ, ആനന്ദത്തിന്റെ അനുഭവം ഉണ്ടായി എന്നുകൂടെ ആള് പറയുന്നുണ്ട്. ക്ലിയർ ആണല്ലോ, റെഡി? അപ്പൊ ബാക്കി ഭാഗത്തോട്ട് നമ്മൾ പോവാണ്. मैंने वहां की सुनहरी फसलों को मुस्कुराते पाया, दान कूटती युवती किशोरियों को मस्त होकर कोमल कंठों से गीत गाते हुए देखा. ആളെന്താ പറയുന്നത്, നമ്മൾ പറഞ്ഞു അല്ലെ, ശബ്ദത്തിലൂടെ, രൂപത്തിലൂടെ, മണത്തിലൂടെ, ടേസ്റ്റിലൂടെ ഒക്കെയാണ് അദ്ദേഹത്തിന്റെ ആ അനുഭവങ്ങൾ പറയുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ നോക്കിക്കോളൂ, മേനെ വഹാ കി സുൻഹരി ഫസലോം കോ, ഞാൻ അവിടെയുള്ള നല്ല സ്വർണ്ണ നിറത്തിലുള്ള ആ വിളവുകൾ ഞാൻ ചിരിച്ചുകൊണ്ടല്ല, അവരെന്നെ ചിരിച്ചുകൊണ്ടാണ് എന്നെ വരവേറ്റത്. ധാൻ കൂട്ടത്തി യുവതി, അവിടെ ധാന്യങ്ങള് ഇടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അല്ലെ, യുവതികള്, കിശോരികളായിട്ടുള്ള ആളുകള് അവരുടെ കോമളമായിട്ടുള്ള അല്ലെ, നല്ല മധുരമായിട്ടുള്ള ശബ്ദത്തിലൂടെ ഗീത് ഗാത്തെ ഹുയേ ദേഖ, പാട്ടുകള് പാടുന്നതായിട്ട് ഞാൻ കണ്ടു, ഞാൻ കേട്ടു. ബഹുത് ദിനോ കെ ബാദ് मैंने गांव में ताजे ताजे मौलसरी के फूलों की सुगंधित दिव्य सुगंध मैंने पाया. പിന്നെ ആളെന്താ പറയുന്നത്, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഈ ഗ്രാമത്തിൽ വന്ന സമയത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മോൾസരിയുടെ പൂക്കളുടെ ആ സുഗന്ധവും ഞാൻ അനുഭവിച്ചറിഞ്ഞു. बहुत दिनों के बाद मैंने पगडंडी पर बिखरी चंदन वर्णी धूल को छूकर, അവിടെയുള്ള പൊടികളൊക്കെ അല്ലെ, ചന്ദൻ വർണ്ണി, നല്ല ചന്ദന നിറത്തിലുള്ള ആ പൊടികളൊക്കെ തൊട്ട് ഞാൻ അറിഞ്ഞു എന്ന് പറയുന്നുണ്ട് അല്ലെ. കവി ഗന്നേക്കെ രസ് ചൂസേ, ആ കരിമ്പിന്റെ ആ ഒരു എന്താണ്, ആ കരിമ്പ് ജ്യൂസ് ഒക്കെ നിങ്ങൾ കുടിക്കുന്നുണ്ടല്ലോ, ആ ഒരു ടേസ്റ്റ് ആൾക്ക് കിട്ടുന്നുണ്ട്. ഉപയുക്ത പൂരേ കാവ്യമേ കവി ഗ്രാമീണ വാതാവരൺ കാ വർണ്ണൻ കർ രഹേ ഹേ ജോ ഷഹർ മേ ദുർലഭ് ഹേ. അദ്ദേഹം എന്താണ്, ഷഹരി കാര്യങ്ങളാണ് അല്ലെ, ഈ പറയുന്ന ഗ്രാമീണ പ്രകൃതി, ഗ്രാമീണമായിട്ടുള്ള കാഴ്ചകള്, അവിടെ ഉണ്ടായിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള ആ ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള
ഗ്രാമീണമായിട്ടുള്ള കാഴ്ചകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഈ ഗ്രാമീണമായിട്ടുള്ള ഈ മനോഹരമായിട്ടുള്ള കോമളമായിട്ടുള്ള ഈ കാഴ്ചകൾ എവിടെ കാണാൻ പറ്റൂല? ഷഹരി ജീവിതത്തിൽ, അതായത് സിറ്റിയിലൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല എന്ന് കൂടെ അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ബഹുത് ദിനോ കെ ബാദ് എന്ന് പറയുന്ന ഈ ഒരു കവിതയില് നമ്മുടെ കവി ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഗ്രാമത്തിലേക്ക് വരികയും ആ ഗ്രാമത്തിലെ സുന്ദരമായിട്ടുള്ള മനമോഹകമായിട്ടുള്ള അല്ലെ മനം കവരുന്ന രീതിയിലുള്ള കാഴ്ചകൾ കണ്ട സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിൽ വളരെയധികം ആനന്ദം തോന്നി. അത് അദ്ദേഹം സുഗന്ധത്തിലൂടെ, അതുപോലെ പാട്ടിലൂടെ, രൂപത്തിലൂടെ, ടേസ്റ്റിലൂടെ, തൊടുന്നതിലൂടെ അല്ലെ സ്പർശനത്തിലൂടെ ഒക്കെ അദ്ദേഹം ആ ആനന്ദം അനുഭവിക്കുന്നതിനെ കുറിച്ചിട്ടാണ് ബഹുത് ദിനോ കെ ബാദ് എന്ന് പറയുന്ന കവിതയിലൂടെ നമ്മളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ? എല്ലാവർക്കും മനസ്സിലായി എന്ന് മിസ് വിശ്വസിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു കവിത കൂടി ഉണ്ട് അല്ലേ? ഏതാണ് ആ കവിത? ഏതാണ് ആ കവിത? യെസ് യെസ് യെസ്, വേഗം 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 കൊണ്ടുവരട്ടെ. ഓക്കെ, അപ്പൊ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഈ ബഹുത് ദിനോ കെ ബാദ് എന്ന് പറയുന്നത്. അപ്പൊ ബഹുത് ദിനോ കെ ബാദ് എന്ന് പറയുന്ന കവിതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് മിസ് വിശ്വസിക്കുകയാണ്. അപ്പൊ ഈ ഒരു ആസ്വാദന കുറിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ എല്ലാവരും നല്ല മക്കളായിട്ട് ബഹുത് ദിനോ കെ ബാദ് എന്ന് പറയുന്ന കവിതയുടെ ആസ്വാദന കുറിപ്പ് മനസ്സിലാക്കുക, നന്നായിട്ട് എഴുതാം. ഓക്കെ, അപ്പൊ ഈ ഒരു വീഡിയോ മിസ്സിന്റെ മക്കൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇതുപോലെയുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.